യേശു ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുവത്താഴത്തിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു. പെസഹാകാലം 7ാമത്തെ ആഴ്ച, വെള്ളിയാഴ്ച. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളാണ്. പത്രോസിന് അജപാലന ദൗത്യം നൽകുന്നതായിട്ടാണ് ഇവിടെ കാണപ്പെടുന്നത്. ഇവിടെ യേശുക്രിസ്തു പത്രോസിന് മുന്നേ വന്നിട്ട് ചോദിക്കുകയാണ്, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഈ ഒരു ചോദ്യം യേശുക്രിസ്തു പത്രോസിന്റെ മുന്നിൽ 3 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. ഈ ഒരു ചിന്തയെപ്പറ്റി യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക, യേശുക്രിസ്തു ആദ്യം ചോദിക്കുന്നത് നീ നിന്നേക്കാളും എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ്. ഇൻഡിവിജ്വൽ പേഴ്സൺ ആയിട്ടാണ് ചോദിക്കുന്നത്. രണ്ടാമതായിട്ട് ചോദിക്കുന്നത് നീ നിന്റെ സമൂഹത്തിലുള്ള എല്ലാവരെയും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ്. മൂന്നാമതായിട്ട് ചോദിക്കുന്നത് നീ ഈ ലോകത്തിലുള്ള എല്ലാറ്റിനെയും അവിടെ മനുഷ്യരെന്ന് മാത്രമെന്നല്ല, മൃഗങ്ങളെന്നല്ല, എല്ലാറ്റിനെയും ഉപരിയായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു ചിന്തയോടുകൂടിയാണ് കർത്താവ് പത്രോസിനോട് ചോദിക്കുക. പത്രോസ് 3 പ്രാവശ്യം പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ ഇവയെല്ലാം അറിയുന്നു എന്നാണ് കർത്താവിനോട് പറഞ്ഞു വയ്ക്കുക. മറ്റൊരു രീതിയിൽ പറയുന്നത് ഇപ്രകാരമാണ്, പത്രോസ് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ അതിൻ്റെ ഒരു മറുപടിയായിട്ട് യേശുക്രിസ്തു 3 പ്രാവശ്യം അവനെ കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് വിളിച്ചു പറയിപ്പിക്കുകയാണ്. പത്രോസിലൂടെ യേശു നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപരിയായി, എല്ലാറ്റിനെക്കാളും ഉപരിയായിട്ട് സ്നേഹിക്കേണ്ട ഒരു വ്യക്തിയുണ്ട്. അതാണ് ക്രിസ്തുനാഥൻ എന്ന് പറയുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവനാണ് നമ്മുടെയൊക്കെ രക്ഷകൻ. അവന് മാത്രമേ എന്നെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇത് തിരിച്ചറിഞ്ഞ പത്രോസ് അവൻ സന്തോഷത്തോടു കൂടി ആദ്യം പറഞ്ഞു, പിന്നീട് ചോദിച്ചപ്പോൾ അവനൊരു വിഷമമുണ്ടായി. എന്നാൽ പോലും അവൻ തറപ്പിച്ചു പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാറ്റിനേക്കാളും, ഈ ഭൂമിയിലുള്ള, ഈ ലോകത്തിലുള്ള എല്ലാറ്റിനേക്കാളും ഉപരിയായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് പത്രോസ് യേശുക്രിസ്തുവിനോട് പറഞ്ഞത്. അവൻ എല്ലാറ്റിനെയും ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ കൂടെ പോയപ്പോൾ അവനെ യേശുക്രിസ്തു ഉയർത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പത്രോസിനെ എടുത്ത് നോക്കുമ്പോൾ യേശുക്രിസ്തു ചെയ്തതിനേക്കാളും കൂടുതൽ അത്ഭുതങ്ങൾ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണപ്പെടുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാനും ചെയ്യേണ്ടത് അത് തന്നെയാണ്. യേശു നൽകിയ അതേ സന്ദേശം യേശുക്രിസ്തു എന്നോടും ചോദിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. നമുക്കും ഉച്ചത്തിൽ വിളിച്ചു പറയുവാനായിട്ട് സാധിക്കണം, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ അതിയായി, എല്ലാറ്റിനെയും ഉപരിയായി നിന്നെ സ്നേഹിക്കും. എന്നാൽ നമ്മുടെയൊക്കെ ചിന്തയിൽ കടന്നു വരേണ്ടത് മറ്റൊരു സന്ദേശം കൂടെയുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതിയായി സ്നേഹിക്കുന്ന വസ്തുക്കളൊക്കെ ഉണ്ട്. ചിലരൊക്കെ വാഹനങ്ങളാകാം, ചിലരുടെ ബൈക്കുകളാകാം, കാറുകളാകാം, അല്ലെങ്കിൽ മൊബൈലുകളാകാം, അങ്ങനെ തുടങ്ങുന്ന പല മറ്റു വസ്തുക്കളെ സ്നേഹിക്കുന്ന പലരും നമ്മുടെ ഇടയിലുണ്ട്. അതിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വിഷമം തോന്നുന്ന പലരുമുണ്ട്. എന്നാൽ ക്രിസ്തുനാഥൻ പറയുന്നത് അങ്ങനെയല്ല. ഈ ലോകത്തിലുള്ള എല്ലാറ്റിനെക്കാളും ഉപരിയായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് പത്രോസ് പറഞ്ഞ അതേ മറുപടി എനിക്കും പറയുവാനായിട്ട് സാധിക്കും. ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ അതിയായി സ്നേഹിക്കും, എല്ലാറ്റിനെക്കാളും ഉപരിയായിട്ട് ഞാൻ സ്നേഹിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.